കുറേ 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 കാലത്തിന് ശേഷം ഞാൻ ചാനലിൽ വീഡിയോ ഇടുകയാണ്. ഐ നോ ഇറ്റ്സ് വെരി ഹൈ ടൈം ടു ഡു എ വീഡിയോ. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ബിക്കോസ് അങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തൃശ്ശൂരാണ്. നമ്മളിപ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലാണ്. അവിടെ എൻ്റെ ചേച്ചിയുടെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, വലിയച്ഛൻ്റെ വല്യമ്മയുടെ. അപ്പോൾ ഞാൻ അവർ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഒരു 3-4 ഡേയ്സ്. പിന്നെ നിങ്ങളെൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു കല്യാണമൊക്കെ കഴിച്ചു. അതിൻ്റെയൊക്കെ വ്ളോഗ് ചെയ്യണം, എന്താ പറയുക, കുറേ എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എല്ലാം എൻ്റെ സ്വന്തം മടി കാരണം ഞാനത് ഒന്നും എടുത്തില്ല. അതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊരു ട്രിപ്പൊക്കെ പോയി. അതും ഇതേപോലെ കുറേ ഷോർട്സിനും റീൽസിനുമുള്ള ക്ലിപ്സ് എടുത്തു. പക്ഷേ വ്ളോഗായിട്ടൊന്നും ചെയ്തില്ല. ചില സമയത്ത് തോന്നും ഭയങ്കര റിഗ്രറ്റ് അടിക്കും, വ്ളോഗ് എടുത്താൽ മതിയായിരുന്നു. ബിക്കോസ് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ഞാനിന്ന് തിരിച്ച് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. മീൻസ് ഇനി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ മോസ്റ്റ് ഓഫ് മൈ ടൈം ഞാനിപ്പോൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ഐ എം വിത്ത് മൈ ഹസ്ബൻഡ്. സോ 1 വീക്കായി ട്രിവാൻഡ്രത്തുനിന്ന് വന്നിട്ട്. പിന്നെ ഇപ്പോൾ വൈകുന്നേരത്തെ വന്ദേ ഭാരതിന് തിരിച്ച് പോകും. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ലെറ്റ്സ് നോക്കാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓൾ ഇൻ വൺ മലയാളി. പെട്ടെന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഓർമ്മ വന്നു. അപ്പം ഈ വീഡിയോ എന്തായാലും ചെയ്യുകയാണല്ലോ, അപ്പോൾ പറഞ്ഞേക്കാൻ വെച്ചു. ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ രാവിലെ ചെയ്യുന്ന പ്രധാന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർന്നു ഓൾമോസ്റ്റ്. അതിന് മുന്നേ ഇന്ന് അവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വല്യമ്മയുടെ വില്ലച്ഛൻ്റെ മോളും പിന്നെ ചെറിയ ആളും ചേച്ചിയുടെ മോളും തിരിച്ച് അവർ ഖത്തറിലേക്ക് പോയി. അപ്പോൾ രാവിലെ വല്യമ്മ വിളിച്ചൊക്കെ എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ പോയില്ല, കാരണം എനിക്കിന്ന് വോക്കൊക്കെ ഉള്ളത് കൊണ്ട്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പോൾ രാവിലെ അപ്പോൾ നേരത്തെ എണീച്ചു. പിന്നെ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട്. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. വെറുതെ കുറേ ഫോൺ നോക്കിയിരുന്നു, കുറേ ബോറടിച്ചു. അപ്പോൾ എന്നാൽ ശരി ഒന്നൊരു വീഡിയോ എടുത്ത് നോക്കിയാലോ വിചാരിച്ചു. സോ രാവിലെ എണീച്ചു, പല്ല് തേച്ചു, കാപ്പി കുടിച്ചു. ഇപ്പം അതാ ഇവിടെ ബാൽക്കണിയിൽ ഞാൻ ഇരിക്കുന്നു. ഞാൻ വ്യൂ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് വ്യൂ ഫ്രം ശോഭ സിറ്റി. താഴെ കാണുന്നതാണ് ശോഭ സിറ്റി മോൾ കേട്ടോ. തൃശ്ശൂർക്കുള്ള എല്ലാവർക്കും എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ അല്ലേ. രാവിലെ ചെടികൾ ഉണ്ട്. ഇതൊക്കെ വല്യമ്മയുടെ, അയ്യോ എൻ്റെ കൈ, ഇതൊക്കെ വല്യമ്മയുടെ പരിപാടികളാണ് കേട്ടോ. വല്യമ്മയ്ക്ക് ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നതാ ഇവിടെ 2 ചെയർ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ രാവിലെ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ നീച്ചിട്ട്. അപ്പോൾ ഐ തിങ്ക് 8:20 8:30 രാവിലെ 8:20 8:30 ഒക്കെ ആയിട്ടുണ്ടാവും. എനിക്ക് ലോഗിൻ ടൈം 9 മണിക്കാണ്, 9 to 6 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പാക്കിംഗ് ഒക്കെ ഉണ്ട്.
വെച്ച് അത് വന്ദേ ഭാരതിലൊക്കെ പോകുമ്പോൾ എല്ലാവരും യൂഷ്വലായിട്ട് കാണിക്കുന്ന വന്ദേ ഭാരത് എന്നൊക്കെ കാണിച്ചു തരാം ഫ്രം തൃശ്ശൂർ ടു ട്രിവാൻഡ്രം. സോ ഇപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ബ്രെഡ് ഇരിക്കുന്നുണ്ട്, മുട്ട ഇരിക്കുന്നുണ്ട്, ചീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ കൂട്ടിയിട്ട്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വലിയമ്മ വലിയച്ഛനൊക്കെ തന്നെ എന്തായാലും ഒരു 12 ഒക്കെ ആവും, എങ്ങനെ പോയാലും 12 മണിയൊക്കെ ആവും. അതുവരെ ഞാൻ ഇവിടെ വർക്കൊക്കെ ചെയ്ത് കുറച്ചേരം പാക്കൊക്കെ ചെയ്തിരിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ട്രെയിൻ 6:10 6:15 തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു 5 മണിക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. മീൻസ് ഇവിടെ അടുത്താണ്, ബട്ട് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ റോഡ് പണിയും ഒക്കെ ആയിട്ട് പിന്നെ ആ ടൈം ഭയങ്കര പീക്ക് ടൈമാണല്ലോ. ഓഫീസ് ആൾക്കാരൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതും അങ്ങനെയൊക്കെ. പക്ഷെ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിക്കുന്നു. ബൈ ഒരു 5-10 ഒക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു ഈവനിങ്. അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നല്ല പീസ്ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ ലോ ആയിട്ടുള്ള വോയിസിലും, ഇപ്പോഴും മോശമൊന്നുമല്ല, ലോ ആയിട്ടുള്ള വോയിസിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് എനിക്കൊരു ചെറിയ കുറേ കാലത്തിന് ശേഷം വീഡിയോ എടുത്തതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കുറേ എനർജി ഇട്ടിട്ട് ചെയ്യാനുള്ളൊരു ഇതില്ല, ഒരു ഉന്മേഷം ഇല്ല, അല്ലെങ്കിൽ ഉന്മേഷത്ത് പറഞ്ഞ എനർജി തന്നെ ഇല്ല. അപ്പോൾ അതൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ പോകെ ശരിയാവും കുറച്ച് നേരം കഴിഞ്ഞാൽ. ബ്രെഡ് മുട്ട റെഡി. ഞാൻ മുട്ട ഉണ്ടാക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു ഡബിൾ ബുൾസൈ ഉണ്ടാക്കാം എന്ന് വെച്ചു. സോ മുട്ട ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉള്ളി പൊട്ടിപ്പോയി. ഞാനതിൽ സിമ്പിളായിട്ടൊരു കുറച്ച് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും മാത്രമേ ഇട്ടുള്ളൂ, പെപ്പർ ഇട്ടില്ല. സോ വെരി സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ. സോ ദിസ് ഈസ് മൈ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം കുറേയൊക്കെ ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കൈൻഡ് ഓഫ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നേരെ എടുത്ത് വയ്ക്കുക. പിന്നെ പോവാൻ നേരത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഇടാനുള്ള ഡ്രസ്സും അതിന് പറ്റിയ വാച്ചും ഒക്കെ എടുത്ത് വയ്ക്കുകയായിരുന്നു. ഈ സ്ട്രൈറ്റ്നർ ഫിലിപ്സിൻ്റെ ആണ്. ഇത് നല്ലൊരു സ്ട്രൈറ്റ്നറാണ്. നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മിനി സ്ട്രൈറ്റ്നറാണ്. അപ്പോൾ ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഐ മീൻ നമ്മളിപ്പോൾ കുറച്ച് സ്ട്രൈറ്റ് ചെയ്താലും, ചെറുതായിട്ട് സിമ്പിളായിട്ട് സ്ട്രൈറ്റ് ചെയ്താലും കുറേ നേരം നിൽക്കും. അത് പെട്ടെന്ന് അത് സ്ട്രൈറ്റിങ് പോവില്ല, ഹെയർ സ്ട്രൈറ്റ് ആയത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഏകദേശം പാക്കിങ്. ലാപ്ടോപ്പൊക്കെയാണ് ഇനി വെക്കാനുള്ളൂ. സോ ഇതാണ് എൻ്റെ പാക്കിങ്. എൻ്റെ പാക്കിംഗ് ഒക്കെ കുറച്ച് മോശമാണ് എങ്ങനെ. സോ ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ പോണം ഫ്രഷായിട്ട് റെയിൽവേ സ്റ്റേഷൻ. സോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വന്ദേ ഭാരതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴക്കാർ. ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയുന്നുണ്ടാവും, നല്ല മഴക്കാറാണ്. ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ട്രെയിൻ വരുന്നത് 6:15 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് എന്തോ ഡിലേ ഉണ്ടായിരുന്നു. സോ ഞാനിവിടെ ഓൾമോസ്റ്റ് വെയിറ്റിംഗ് ആണ്.
സോ ഇപ്രാവശ്യം വന്ദേ ഭാരത് ഓറഞ്ച് വന്ദേ ഭാരത് ആയിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഓറഞ്ച് വന്ദേ ഭാരത് കയറുന്നത്. ഇത്രയും നാളും എന്താ വെച്ചാൽ നമ്മുടെ പ്രോപ്പർ വൈറ്റ് ആയിരുന്നു, ഇത് ഓറഞ്ച് വന്ദേ ഭാരത്. സോ ട്രിവാൻഡ്രം ഒരു 10:45 ഒക്കെ ആകുമ്പോഴേക്കും എത്തും. ഞാൻ വന്ദേ ഭാരത് കയറി. ഓൾ ഗുഡ്, വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, വിൻഡോ സീറ്റും ആയിരുന്നു. ഞാൻ പിന്നെ ഒന്നും ഞാൻ പ്രിഫർ ചെയ്തില്ല, ബിക്കോസ് എന്താ വെച്ചാൽ ട്രിവാൻഡ്രം പോയിട്ട് രാഹുലിൻ്റെ കൂടെ കഴിക്കാം എന്ന് വെച്ചു. സോ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ബാഗിലിരിക്കുന്ന ഒരു ചേച്ചി കോട്ടയായിട്ട് കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, അവരിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എത്തി ട്രിവാൻഡ്രം. വീട്ടിൽ കുറച്ച് ഷേക്കിയാണ്. അവിടെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നെ കണ്ടിട്ട്. ആൾക്ക് ഭയങ്കര ക്യാമറ ഷൈ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് സംസം പോയിട്ട് ഞങ്ങൾ നല്ലോണം ഭക്ഷണം കഴിച്ചു. രാത്രി നല്ല വിശപ്പുണ്ടായിരുന്നു. സംസം ഞങ്ങൾ അപ്പം മുട്ടക്കറി കഴിച്ചു. സോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ, വെരി സ്മോൾ വീഡിയോ. രാഹുലിന് എന്താ പറയേണ്ടത് എന്നൊന്നും അറിയില്ല, സോ അതുകൊണ്ട് വെറുതെ നോക്കി ചിരിക്കുകയാണ്. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.